ചെറിയ ചെലവിൽ വാല്യൂ ഫ്ലവേഴ്സ് പോയി വന്നാലോ? കൊച്ചുവേളിയിൽ നിന്നും എല്ലാ വെള്ളിയാഴ്ചയും പുറപ്പെടുന്ന യോഗനാഗിരി ഋഷികേശ് എക്സ്പ്രസിൽ കയറുക. ഞാനെടുത്തത് തേർഡ് AC ആണേ. 2 ദിവസം കഴിഞ്ഞ് ഞായറാഴ്ച ഒരു ഉച്ച കഴിയുമ്പോൾ ഋഷികേശിൽ എത്തുന്നു. നേരെ മെയിൻ ബസ് സ്റ്റാൻഡിലേക്ക് പോവുക. ബസ് സ്റ്റാൻഡിൽ നിന്നും അടുത്ത ദിവസം രാവിലെ ഗോവിന്ദഘട്ട് പോകാനുള്ള ബസ് ടിക്കറ്റ് എടുക്കുക. ടിക്കറ്റ് ചാർജ് 500 മുതൽ 600 രൂപ വരെ ആവും. ബസ് സ്റ്റാൻഡിന് അടുത്ത് തന്നെ ഒരു സ്റ്റേ കണ്ടുപിടിക്കുക. അടുത്ത ദിവസം രാവിലെ 4 മണിക്ക് തന്നെ ബസ് സ്റ്റാൻഡിലെത്തുക. ബസ്സിൽ കയറി കഴിഞ്ഞാൽ 10 മണിക്കൂർ നീണ്ട യാത്രയാണ്. സ്നാക്സും വെള്ളമൊക്കെ വാങ്ങി വെക്കണേ. ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും വേണ്ടി വണ്ടി നിർത്തും. ഒത്തിരി ഒന്നും കഴിക്കണ്ട കേട്ടോ, ചാടിച്ചാടിയുള്ള വഴിയല്ലേ. പോകുന്ന വഴിയിൽ ലാൻഡ് സ്ലൈഡും ചെളിയും തോടും ഒക്കെ ഉണ്ടാവും. റോഡ് ക്ലോസ് ആവില്ലേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുക. വൈകുന്നേരത്തോടെ ഗോവിന്ദ്ഘട്ടിലെത്തും. ഗോവിന്ദ്ഘട്ട് ഗുരുദ്വാരയിൽ ഫ്രീ സ്റ്റേയും ഫ്രീ ഫുഡും അവൈലബിൾ ആണ്. ഡോർമെട്രി ആണ് അവിടെ ഉള്ളത്. അതുപോലെ ബങ്ക് ബെഡ്സും ആയിരിക്കും. അല്ലെങ്കിൽ പുറത്ത് സ്റ്റേ ചെയ്യാം. 800 മുതൽ 1500 രൂപ വരെ ചിലവാകും. നന്നായി ഒന്ന് ഉറങ്ങി എഴുന്നേറ്റാൽ അടുത്ത ലക്ഷ്യം ഗംഗറിയ. രാവിലെ ഒരു 6-7 മണിക്ക് തന്നെ യാത്ര തുടങ്ങിയാൽ നേരത്തെ ഗംഗറിയ എത്താനാവും. ഗോവിന്ദ്ഘട്ടിൽ നിന്ന് പുൽന ഗ്രാമത്തിലേക്ക് ഷെയർ ജീപ്പുകളുണ്ട്. 50 രൂപ കൊടുത്താൽ പുൽന വരെ എത്താം. ഇനിയാണ് ശരിക്കും ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുത്തെ ഹെൽത്ത് ഫെസിലിറ്റി സെന്ററിൽ പേരും ഡീറ്റെയിൽസും കൊടുത്ത് നടന്നു തുടങ്ങാം. ബാഗ് ചുമക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേപ്പാളി ചേട്ടന്മാരുടെയോ കുതിരകളുടെയോ സേവനം തേടാം. വഴിയിൽ ഒത്തിരി ഷോപ്പുകളുണ്ട്. പതിയെ ഫുഡൊക്കെ കഴിച്ച് ചില്ല് ചെയ്ത് പോവാം. വൈകിട്ടാകുമ്പോൾ ഗംഗറിയ എത്തും. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കിടിലൻ ടൗൺ സെറ്റപ്പാണ് ഈ മലമുകളിലുള്ളത്. ഇവിടെയും ഒരു ഗുരുദ്വാരയുണ്ട്. ഫ്രീ സ്റ്റേയും ഫ്രീ ഫുഡും ഇവിടെ അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ പുറത്തും ഒത്തിരി സ്റ്റേ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അടുത്ത ദിവസമാണ് വാല്യൂ ഫ്ലവേഴ്സിലേക്ക് പോകുന്നത്. ഒരു 4-5 കിലോമീറ്റർ നടക്കാനുണ്ട്. ഒത്തിരി പ്രതീക്ഷിക്കാതെ പോവുക. ആരോട് ചോദിച്ചാലും വഴി പറഞ്ഞു തരും. വാല്യൂ ഫ്ലവേഴ്സിന്റെ എൻട്രൻസിൽ തന്നെ ടിക്കറ്റ് എടുക്കാം. ഒരു ടിക്കറ്റിന് 3 ദിവസത്തെ വാലിഡിറ്റി ആണുള്ളത്. ഫസ്റ്റ് ഡേ 150 രൂപ കൊടുക്കുക. അടുത്ത 2 ദിവസങ്ങളിൽ 50 രൂപ വെച്ച് കൊടുത്താൽ മതിയാവും. പോകുമ്പോൾ കഴിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് പോവുക. മാക്സിമം രാവിലെ പോകാൻ ശ്രമിക്കുക. കണ്ണത്താ ദൂരത്തോളം പൂക്കൾ കണ്ട് തിരിച്ചു വരാം. 1 മണിയാകുമ്പോൾ തിരിച്ചിറങ്ങണം. മഴ കരുതി വേണം പോകാൻ. പോഞ്ചോയും റെയിൻകോട്ടും നിർബന്ധമാണ്. വാല്യൂ ഫ്ലവേഴ്സ് പോയാൽ എന്തായാലും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഹേംകുണ്ട് സാഹിബ്. ഒത്തിരി സിഖുകായി വരുന്ന സ്ഥലമാണ്. അടുത്ത ദിവസം ഇവിടേക്കും പോവാം. പോകുന്ന വഴിയിൽ വളരെ റയറായ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ മാത്രം കാണുന്ന ബ്ലൂ പോപ്പിയും ബ്രഹ്മകമലും ഒക്കെ കണ്ട് മഞ്ഞുപാളികൾക്കിടയിലൂടെ നടന്ന് കൺകുളിർക്കെ മലമുകളിലെ ഹേംകുണ്ട് ലേക്കും ഹേംകുണ്ട് സാഹിബ് ഗുരുദ്വാരം ഒക്കെ കണ്ട് തിരിച്ചിറങ്ങാം. അവിടെ ഫുഡ് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. സോ ഡോണ്ട് വറി അബൌട്ട് ഫുഡ്. ഒരു ബോണസ് ടിപ്പ് പറയാം. ഓഗസ്റ്റ് ആദ്യ ആഴ്ചകളിലാണ് ഏറ്റവും കൂടുതൽ പൂക്കൾ കാണാൻ കഴിയുന്നത്. പറ്റുമെങ്കിൽ ആ സമയത്ത് തന്നെ പോകാൻ ശ്രമിക്കുക. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ഓർ ക്വസ്റ്റ്യൻസ് പ്ലീസ് കമന്റ് ബിലോ. ബൈ.